ഇതിൽ തക്കാളി മുതൽ മറിച്ച് ഇത് ഏറ്റവും സോഫ്റ്റ്, ഏറ്റവും ഹാർഡാണ്. ഇത് തക്കാളി ഇത്ര നൈസായിട്ട് നമുക്ക് അറിയാൻ പറ്റും. മരച്ചെടി, കപ്പ, സെക്കൻഡ് സവാള. സാധാരണ സ്ലൈസറിൽ നമ്മൾ കൈ മുറിച്ച് ബാക്കി കളയും. ഇതിൽ സേഫ്റ്റി ഹോൾഡർ ഒരു വിരൽ ഇവിടെ വയ്ക്കാം. ഇത് തീരുമ്പോൾ താഴ്ന്നു വരും. ഇത് ഹോൾഡ് ചെയ്യാം. തീർന്നത് എല്ലാം ഒരേ സൈസാണ്. അടുത്ത ഓംലെറ്റിന് വേണ്ടി ഈ താഴത്തെ പ്ലേറ്റിൽ കറിക്ക് കൊടുക്കാം. ഇങ്ങനെ അടുത്ത നൂഡിൽസിന് വേണ്ടി ഇത് കനം കൂട്ടാനും കനം കുറയ്ക്കാൻ രണ്ടുപേരും കനം കുറച്ചാണ്. നൂഡിൽസിന് വേണ്ടി ഇനി ക്യാരറ്റ് നൂഡിൽസിന് വേണ്ടി ഈ താഴത്തെ ബ്ലേഡ് ഇത് ഫ്ലെക്സിബിൾ വെക്കും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നൂഡിൽസിന് വേണ്ടി അടുത്ത ക്യാബേജ് തോരന് വേണ്ടി ഈ ബ്ലേഡ്, ഇത് ക്യാബേജ് ബ്ലേഡ്. അടുത്ത ബീട്രൂട്ട് തോരന് വേണ്ടി കറക്കി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കറക്കി കൊടുക്കാം. സവാള കൂടാം. പയർ ഇപ്പോൾ കറിക്ക് വൃത്തിയാക്കി റബ്ബർ ബാൻഡ് ഇടാം. തീർന്നനുസരിച്ച് ബാക്കിലാക്കി കൊടുക്കാം. ജസ്റ്റ് അടുത്ത വെണ്ടക്ക. ഇത് കനം കുറച്ചാണ്. കുറച്ചുകൂടി കനം കൂട്ടണമെങ്കിൽ ഈ പ്ലേറ്റ് മാറ്റാം. കനം കൂടി വരും. അടുത്ത ചിപ്സ്. തിളയ്ക്കണ എണ്ണയിൽ ഇങ്ങനെ പിടിക്കാം. ഏത്തക്ക ചിപ്സ്. ഇത് പഴംപൊരി ബജ്ജി. 3 വിരൽ ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ ഏത്തക്ക ബജ്ജി. പിന്നെ അടുത്ത സാധാരണ പൊട്ടാറ്റോ ചിപ്സിന് വേണ്ടി സാധാരണ ചിപ്സ്. ഇത് ഫ്രഞ്ച് ഫ്രൈസ്. ഇതുപോലത്തെ ഫ്രഞ്ച് ഫ്രൈസ് വേണമെങ്കിൽ ഈ പ്ലേറ്റ് മാറ്റാം. ഇത്രയും കനത്തിൽ ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ ഈ തിക്നെസ് വരും. ഇത് ചിരച്ച് ഇവിടെ കട്ട് ചെയ്താൽ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി. ഇതൊക്കെ നിമിഷം നേരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇഞ്ചി പേസ്റ്റ് ചെയ്യണമെങ്കിൽ തിരിച്ചു പിടിക്കാം. ആവശ്യമുള്ള ഇഞ്ചി ഇങ്ങനെ കുറച്ച് കൊടുക്കാം. ഇത് എടുക്കണമെങ്കിൽ തട്ടിയാൽ മതി. പ്ലാസ്റ്റിക് അല്ല, മൈക്രോഫൈബർ. പൊട്ടൊന്നുമില്ല. ക്ലീനായി. ഇഞ്ചി പേസ്റ്റ് ഇല്ല, ഇഞ്ചിയുടെ ചാറ്. അടുത്ത് തോറിന് വേണ്ടി ക്യാരറ്റ്. ഇതാണ് റെഡി. പാവക്ക കൊണ്ടാട്ടം. പാവക്ക കൊണ്ടാട്ടം.
എല്ലാ നിമിഷം നേരത്തും നമുക്ക് ചെയ്യാം.